ചക്രവാളത്തിൽ എത്രയോ ദൂരം ആ ചക്രവാളത്തിനും അപ്പുറത്താണ് ലക്ഷ്യം നമുക്ക് എത്തേണ്ടത് ചക്രവാളത്തിനും അപ്പുറത്ത്. പക്ഷേ സമയമോ വളരെ കുറവ്, വളരെ കുറച്ച് സമയം നമ്മുടെ കയ്യിലുള്ളൂ. എപ്പോഴാ വിധി വരാൻ അറിയില്ല. അദ്ദേഹം വിളിച്ചു കഴിഞ്ഞാൽ വരട്ടെ, അത് പ്രസവിക്കാൻ പറ്റുന്നു, ദൈവത്തിന് പറയാൻ പറ്റുമോ? ചെയ്യാം. അദ്ദേഹത്തിന്റെ വിധി വന്നാൽ കേൾക്കാം. അതുപോലെ തന്നെ വിധി അവർ രക്ഷിക്കാം. അതേപോലെ ആ വിധി വരുന്നതിന് മുമ്പേ പരമാവധി ചെയ്ത് തീർക്കണം. എപ്പോ നാളെ കൊണ്ട് കാണുന്നത് യാതൊരു ഉറപ്പില്ല. നാളെ ഇല്ല, വൈകുന്നേരം 10 മിനിറ്റ് കഴിഞ്ഞാൽ സ്ഥിതിയിലാണ് കഴിയുന്നത്. ഒരു ഡോക്ടറെ മരുന്ന് എഴുതി കൊടുത്തേ, അതിൻ്റെ എഴുതിക്കൊടുക്കുന്നതിൻ്റെ ഒരിക്കലും കഴിയുന്നു. മരുന്ന് പകുതി എഴുതിയ ആളുകൾ ചായ ഉണ്ടാക്കുന്നത് മനുഷ്യന് സൗകര്യം, വളരെ വിലയുള്ള സൗകര്യം ഇഷ്ടമാണ്. ആ ചെയ്യുന്ന ഞാൻ 10ാമത്തെ ചായ ഉണ്ടായിരുന്നു. ചായ ഉണ്ടാക്കാനൊക്കെ ഗ്ലാസ് കയ്യിൽ കഴിയുമ്പോൾ ആളുകൾ ഗ്ലാസ് കയ്യിൽ കഴിയുമ്പോൾ 20 ആളുകൾ എപ്പോഴാണെന്ന് പറയാൻ പറ്റില്ല. എത്രയും മനസ്ഥിരമായിട്ടുള്ള കാര്യത്തിൽ നമുക്കൊരു പേടിയില്ല. ഏതൊക്കെ ചിന്തയില്ല. വിളിക്കാൻ പറഞ്ഞല്ലേ എന്നല്ല ഈ ക്യാമ്പ് ജന്മജന്മാന്ത സുഹൃത്തുക്കളാണ് ഈ മനുഷ്യരെ വിളിക്കുന്നത്. കുട്ടിക്കാലത്തുള്ള കളിയെ മാത്രം ബാലസ്ഥാന ക്രീഡാസക്തം എന്താ ബാല്യക്കാലം കളിക്കാറില്ല. ഭരണസ്ഥാപന കരീരാണ് ബാലനാണ്. പുരുഷന് സ്ത്രീയോടുള്ള ആവശ്യം, സ്ത്രീക്ക് പുരുഷനോടുള്ള ആവശ്യം. ഈ കാര്യം കുട്ടികളല്ല. ഈ ജന്മജന്മാന്തരങ്ങളായിട്ട് നമ്മളിൽ ഓരോ കാര്യങ്ങളുണ്ട്. സുഖം എവിടെ, സുഖം എവിടെ ഇങ്ങനെ സുഖത്തിന് വേണ്ടിയാണ് എല്ലാവരും ജീവിക്കുന്നത്. എവിടുന്നായി സുഖം കിട്ടാതെ അന്വേഷിച്ചുകൊണ്ടേയിരിക്കണം. അപ്പോൾ കുട്ടിക്കാലത്ത് തോന്നി കളിപ്പാട്ടങ്ങൾ കിട്ടിയ സുഖമാണ്. കുറച്ച് കളിപ്പാട്ടങ്ങളൊന്നും രസമില്ലാതായി. ആണിന് തോന്നിയ ഒരു പെണ്ണ് കൂട്ടുന്നത് നന്നായി, പെണ്ണിന് തോന്നിയ ആണെ ആളുകൾക്ക് നന്നായി. ഇതിനപ്പുറത്ത് പിന്നെന്താ, നാട്ടില് നല്ല പേര് കാര്യം, കുറേ പൈസ, വലിയ ബംഗാള്, നല്ല വേല ആള്, എല്ലാവരും ജയജയാണെന്ന് പറയാനുണ്ട്. അതൊക്കെയാണ് സുഖം. അപ്പൊ പിന്നെ ഈ ഇതിനൊക്കെ വരെ സർവവാസികൾക്ക് പ്രാധാന്യം കൊടുക്കാതെ പേരുണ്ടാക്കാം, പൈസ ഉണ്ടാക്കാം. അത് എത്ര പോരാ, എത്ര കാറ്റുപിടിച്ചിട്ടായാലും പൈസ ഉണ്ടാക്കും, ഒപ്പുള്ളവരെ പഠിച്ചിട്ടായാലും പൈസ ഉണ്ടാക്കും, ഏതെങ്കിലും അതിനായാലും പ്രശ്നം. പിന്നെ എങ്ങനെയെങ്കിലും പൈസ എങ്ങനെയെങ്കിലും പൈസ ഉണ്ടാക്കണം. ധർമാന്റെ അർത്ഥത്തെ കാണണം. ധർമ്മത്തോടുകൂടി അർത്ഥം സമ്പാദിക്കാനാണ് പുരാണത്തിൽ പറയുന്നത്. ധർമ്മവിരുദ്ധമായി പൈസ ഉണ്ടാക്കാൻ പാടില്ല. ഉണ്ടാക്കാൻ വന്ന പോലെ പോയി. മാത്രമല്ല ആ നേരാവണ്ണം നല്ല സമ്പാദിച്ചാലേ പൈസ പോവുകയും ചെയ്യണം. നമ്മൾ കുറെ അനുഭവിക്കുന്നില്ലേ. കണ്ണിനെ കുറിച്ച് ഉണ്ടാക്കിയ പൈസ കളയണോ ഒന്നുകിൽ, അല്ലെങ്കിൽ ആസ്പത്രിയിൽ കൊടുക്കേണ്ടി വരും, അല്ലെങ്കിൽ കൊള്ളാക്കി കൊടുക്കേണ്ടി വരും. നേരെ ധർമാന്റെ അർത്ഥമാണ്. ധർമ്മമാർഗത്തില് മുന്നോട്ട് പോവുകയാണെങ്കിൽ കുറച്ചുകൂടി ഉണ്ടാക്കാൻ പറ്റുള്ളൂ. ഈ കോടീശ്വരന്മാരൊന്നും ആവാൻ പറ്റില്ല. പക്ഷെ സമാധാനം ഉണ്ടാവും. അത് ക്രമേണ ധർമ്മത്തോടുകൂടി അർത്ഥം സമാധിക്കും. അർത്ഥത്തോടുകൂടി ധർമ്മത്തിന് വിരുദ്ധമല്ല ആശയങ്ങൾ പൂർത്തീകരിച്ചോളൂ. നമ്മുടെ പുരാണങ്ങൾ ഒക്കെ പറയുന്ന പുരുഷത്തൊക്കെ പറയണം. പിന്നെയോ അതിനെ നമുക്ക് ചെയ്യാനില്ല. അവിടെ ആളുകൾ വിളിക്കുന്ന പോലെ ധർമ്മത്തോടുകൂടി അർത്ഥമായിട്ടും അർത്ഥത്തോട് ധർമ്മത്തിന് വിരുദ്ധങ്ങളായ കാമങ്ങൾ പൂർത്തീകരിച്ചു. ധർമാല് അർത്ഥ കാമസ്ഥ മോക്ഷം. മോക്ഷം തനിയെ കിട്ടുന്നതാണ്. ഒരു സ്റ്റേജിൽ ഒറ്റ വരിക അതിന്റെ അടുത്ത് പോയി ആഗ്രഹിച്ചോളൂ. അതുപോലെ നമ്മൾ
ആദ്യം നമ്മുടെ എന്ത് ചെയ്യാം ഭക്തരില്ലാതെ എന്ത് ചെയ്യാം നമ്മുടെ വാക്ക് ചെയ്യാൻ ചെയ്യാം ഈ ഒട്ടകത്തിന് ഉള്ള കല്ലിട്ട് ഇഷ്ടമാണ് അതിങ്ങനെ കടിച്ച് ഇതിന്റെ വായത്തെ ചോര വരുന്നു അപ്പൊ ഈ കല്ലിക്കടിയിലാണ് ഈ ചോര വരുന്നത് ഉപ്പ് രസം വെച്ചിട്ട് ഇനി കഴിക്കും വേദനിച്ചായി കഴിക്കും ഇതേപോലെയാണ് നമ്മുടെ കരുതാണ് ഇത് സുഖമല്ലാന്ന് മനസ്സിലാവുന്ന പറയുകയോ എന്നാലും ഇതിനുള്ള ആവശ്യമില്ല സുഖത്തിന് വേണ്ടി പ്രവർത്തിക്കും ദുഃഖത്തിന് വേണ്ടി ദുഃഖം കഴിയുമ്പോഴേക്കും എനിക്ക് ഇങ്ങനെ ചോദിക്കാൻ വഴി നേരക്കല്ലാവുന്നേ അതിലേക്ക് പോകുന്നത് ഓപ്പോസിറ്റ് വേണ്ടിയുടെ പോകുന്നത് അതായത് പ്രചരണമില്ല സത്സംഗങ്ങളിലൂടെ നിങ്ങളിപ്പോൾ പോണ വഴി ശരി കണ്ടോ നമുക്ക് വഴി മാറി ചെയ്യുന്നില്ല നമുക്ക് ഒന്നും വീണാൽ കുറെ തെറ്റിപ്പോകും ബാക്കിൽ പോയി ശരിയാൻ വേണ്ടിയോടെ പോവാം ഇതാണ് മഹാത്മാക്കളൊക്കെ പറയുന്നത് ഏകം സത്ത് ഒരേ ഒരു സത്യവസ്തു അതിനെ പലരും പല തരത്തിൽ പറഞ്ഞു കേൾക്കാൻ നമ്മളെ ബോധ്യപ്പെടുത്താൻ ശ്രമിക്കണം അറിയുന്ന ആചാര്യന്മാർ പറയുന്ന ഭാഷ വ്യത്യസ്തമാണ് അറിയുന്ന രീതി വ്യത്യസ്തമാണ് പക്ഷെ എല്ലാവരും ആ തലപ്പൊഴിനെ സ്വായത്തമാക്കണം ആനന്ദം പരമാനന്ദം ആ അവസ്ഥയിലേക്ക് എല്ലാവരും ഉയരട്ടെ എന്ന സങ്കല്പമാണ് എല്ലാ മഹാത്മാക്കളും അവനവൻ ആത്മസുഖത്തിന് ആശ്രയിക്കുന്നവ കൂടി സുഖത്തിനായി വേണം അത് പറഞ്ഞാലും കൊള്ളാം ആചാര്യസ്വാമികളെ ദേവരെ ആര് പറഞ്ഞതൊരു വിഷയമാണ് ഇതൊക്കെ ലോകത്തിന്റെ സ്വപ്നത്തിലൊക്കെ ഇതൊന്നും ഈ താന്ത്രികട്ടൊന്നും പാടില്ല അത് ലോകത്തിന്റെ മുഴുവൻ സ്വത്താണ് അപ്പൊ നമ്മളിതുപോലെ ആ മഹാത്മാക്കൾ ആര് പറഞ്ഞു നോക്കിയേ വേണം ആരുണ്ടായിക്കോട്ടെ ആചാര്യസ്വാമികൾ പറഞ്ഞാലും എനിക്ക് സ്വീകാര്യമാണ് ഗുരുദേവ പറഞ്ഞാലും എനിക്ക് സ്വീകാര്യമാണ് ഈ വേദാന്തിക്ക് പറഞ്ഞാലും എനിക്ക് സ്വീകാര്യമാണ് ചണ്ടാളനാവട്ടെ ബ്രാഹ്മണനാവട്ടെ ഇത് എന്റെ ഗുരുവാണ് എന്നാണ് പറഞ്ഞത് ഈ ശരീരമാണ് മാറേണ്ടത് മാറിപ്പോവാൻ കാലമാണ് അടുത്ത ഞാൻ പഠിക്കുക മാറിപ്പോ ഒരു നായെ കുറിച്ച് വേദനിക്കുന്നതാവാം അവിടെ നിന്നാണ് രണ്ടായിരത്തോട് ചോദിച്ചു ഈ ശരീരമാണ് മാറേണ്ടത് എല്ലാത്തിലും തന്നെ ആത്മാവിനാത്മാവ് അത് ഉൾപ്പെടെ തന്നെ ഇതിന് മാറണം നടേണ്ടത് എന്താ സാധാരണ ഒരു ആളൊന്നല്ലേ സാക്ഷാത്മാണ് രണ്ടാളനാവട്ടെ ആളാവട്ടെ ഗുരുവാണ് നമസ്കാരം ചെയ്യുന്നത് ആത്മാക്കളെ എല്ലായിടത്തും സ്വീകരിക്കാൻ തയ്യാറാണ് പറയുന്നത് ഒരു കാര്യത്തിലാണ് കാണുള്ള എല്ലാവർക്കും ഒരു അഭാവത്തില്ല അദ്ദേഹത്തിന്റെ ദൃഷ്ടി ശരിയായി വീക്ഷണം ശരിയായപ്പോൾ എല്ലാവർക്കും അദ്ദേഹത്തെ ഓരോ കാര്യങ്ങൾ കഴിഞ്ഞുകൊണ്ടാണ് 24 വിധങ്ങളെ കുറിച്ച് പറയാൻ അങ്ങനെ അപ്പോൾ വിഷയം മാറും അങ്ങനെ നമ്മുടെ മനസ്സ് ശരിയായാൽ എല്ലാവർക്കും കൊടുക്കാൻ എല്ലാവർക്കും നമുക്ക് ഓരോ കാര്യങ്ങൾ ഇങ്ങനെ കിട്ടാനില്ല പഠിപ്പിക്കുകയല്ല തന്നെ കിട്ടുക നമ്മൾ തുറന്നു വയ്ക്കാൻ ഇത് കിട്ടാനുണ്ടോ ഇതിനെ അടച്ച് കറക്റ്റാക്കി വെച്ചേക്കാം ഒന്നും ഇതിലേക്ക് പോകാൻ സാധിക്കും ആദ്യം അറിയിക്കാൻ ഏതാ ഒന്ന് നയിക്കണേ എന്ന ഭാവം ആ സരള ഭാവം കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ അങ്ങനെ വരാൻ കൊണ്ടുപോകുന്നത് പുസ്തകത്തിൽ പഠിച്ചാൽ അനുകൂലമല്ല അവസ്ഥ പരമലക്ഷ്യത്തിലേക്ക് പോകാൻ ഓരോരുത്തരും സാധിക്കട്ടെ സമാപന പരിപാടികൾക്ക് തുടക്കം കുറിക്കുന്നു. നാളെ നാസത്തോടെയും ചന്തമേളങ്ങളുടെയും തനത് കേരളീയ കലാരൂപങ്ങളുടെയും മറുപടിയോടെ കുടുംബാംഗങ്ങളും ത്രിതല പഞ്ചായത്ത് ജനപ്രതിനിധികളും സാമൂഹിക സാംസ്കാരിക പ്രവർത്തകരും അണിനിരക്കുന്ന വമ്പിച്ച സാംസ്കാരിക സ്വഭാവമാണ്
അസത്യമസുഖം ലോകം ഇമം പ്രാപ്തി പരിശ്രമം ഇത് നമുക്ക് വേദാവസാനം പറഞ്ഞു. ഈ ലോകം സത്യമല്ല, സത്യമല്ല ഇല്ലാന്നല്ല ഇന്ന് നമ്മൾ കാണുന്നില്ല. ഇന്നലെ ഇല്ലായിരുന്നു, ഇന്ന് നമ്മൾ കാണുന്നില്ല, നാളെ ഇല്ലാതാവും. എല്ലാ കാലത്തും ഇന്നലെയും ഇന്നും നാളെയും ഉള്ളത് മാത്രമാണ് സത്യം. എല്ലാ വ്യാവഹാരിക സത്യമാണ്. ഇല്ലാത്ത കാലം ഉണ്ടായിരുന്നു, ഇനി ഇപ്പൊ ഉണ്ട് ഇല്ലാതാവും. നമ്മൾ സത്യം എന്ന് പറയുന്ന സത്യമാണ് ഭഗവാൻ ഗാന്ധി പറയുന്നില്ല. സത്യമാണ് എന്നുള്ളത് എന്താന്ന് പറയാൻ പറ്റില്ല. അത് വാക്കുകൾക്ക് അപ്പുറത്താണ്. പഞ്ചസാര മധുരമുള്ളതാണെന്ന് നമ്മൾ പറഞ്ഞു. ഒരാൾ പഞ്ചസാര കഴിക്കാത്ത ആളാണ്, പഞ്ചസാര മധുരമാണ്. എനിക്കൊന്ന് പറഞ്ഞു എങ്ങനെ പറഞ്ഞു കൊടുക്കാം? എത്ര മണിക്കൂർ ജീവിച്ചാലും മനസ്സിലാവില്ല. ഏകദേശം സർക്കാർ പോലെയാണ്, ഏത് പോലെയാണ്, അങ്ങനെ പറഞ്ഞിട്ട് പറയാം. പക്ഷേ പഞ്ചസാര എന്താണെന്ന് മനസ്സിലാവില്ല. പിന്നെ ആ വീട്ടിലെ മനസ്സിലായോ? ഇതേപോലെ പറഞ്ഞിട്ട് വലിയ ആഗ്രഹമുണ്ട്, പറയാൻ പറ്റില്ലേ? ഞാൻ പറയും ഞാനില്ല നിങ്ങളോട് ആ മിസ്റ്റേക്കായിട്ട് വരുമ്പോൾ അതെ ഇത് സുഖമാണ്, കരമാണ് എന്താണെന്നുള്ള അവസ്ഥ മാത്രം ബാക്കിയുണ്ട്. ഞാനില്ല നിങ്ങളില്ല. ആവശ്യമുള്ളതാണ് ആ അവസ്ഥയെ ഒന്ന് ശിഷ്യന്മാർ പറഞ്ഞു വരുന്നുണ്ട്. എനിക്ക് പറയാൻ മനസ്സിലാക്കി പറഞ്ഞു പറ്റില്ല. നിങ്ങൾ അറിയിക്കുന്ന ആഗ്രഹമുണ്ട്, പറ്റുന്നില്ല. ആഗ്രഹം പോകുമ്പോഴേക്കും പിന്നെ നിങ്ങളെ ഞാൻ കേൾക്കുകയില്ല. ആ അവസ്ഥ നമുക്ക് തിരിച്ചു വരുമ്പോഴേക്കും സാധനം വന്നുള്ളൂ. അപ്പോൾ ഇതേ ഉറക്കത്തെ എന്തേ അനുഭവിച്ചാൽ നമുക്ക് അറിയില്ല. എന്തോ ഒരു സുഖം കിട്ടി, അതുകൊണ്ടാണ് പിന്നെ വരാൻ പോകുന്നത്. ആ പരമാനന്ദം എപ്പോഴോ അനുഭവിച്ചതിൻ്റെ ഒരു ഓർമ്മ ഇത്തിരി അവിടെ ബാക്കിയുണ്ട്. അത് ഉറക്കത്തില് അജ്ഞാനത്തിൽ അങ്ങനെ പോകും മനസ്സ്. തിരിച്ചു വരാൻ തുടർന്ന് പ്രേരണ ഓർമ്മില്ല. അവർക്ക് അത് മഹാത്മാക്കൾ പറയാണ്, ഇപ്പൊ അറിയാം അജ്ഞാനത്തിൽ ഉറങ്ങുന്ന സുഖമൊന്നുമില്ലേ, ഇത് അറിഞ്ഞിട്ടുണ്ട്. ഞാൻ ഇപ്പൊ പരമസുഖത്തിലാണ്, പരമാനന്ദം അനുഭവിക്കുന്നു എന്ന് അറിഞ്ഞുകൊണ്ട് നമുക്ക് ജീവിക്കാൻ പറ്റുന്നതാണ്. അതിനുള്ള പല മാർഗങ്ങളുണ്ട്. ആദ്യ യുഗത്തില് 1000 കൊല്ലം അങ്ങനെ തപസ്, ഒരു കുഴപ്പമില്ല, വിഷമില്ല, താഴെയില്ല, ഒന്നുമില്ല, പെയ്യാറിയില്ല, മഴ പെയ്യാറില്ല, തണുത്ത ചൂട് ഒന്ന് അങ്ങനെ പരമാനന്ദം 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 10,000 കൊല്ലം തപസ്. എവിടെയെങ്കിലും ഒന്നായിരിക്കില്ല. അത് ഇങ്ങനെ എല്ലാം ചെയ്യാത്ത സുഖങ്ങൾ ആനന്ദത്തിന് അനുഭവിച്ചുകൊണ്ടിരിക്കും. ഇനിയോ അടുത്ത യുഗത്തിലേക്ക് ഇങ്ങനെ മനസ്സ് നിൽക്കുന്നതായി കുറച്ച് കഴിയുമ്പോൾ മനസ്സിന്റെ ശ്രദ്ധപ്പെട്ടു. അപ്പോൾ തോന്നി ഈ മഹാത്മാക്കളെ ഇങ്ങനെ വേറെ വഴിയില്ലല്ലോ, ഇത് കുറച്ചുകൂടി ഒന്ന് ഡയറ്റ് ചെയ്യുക. അപ്പോൾ വ്യാജങ്ങളും ഫോണുകളൊക്കെ തുടങ്ങി. അതുകൊണ്ട് 12 കൊല്ലം അധികം കാലം നീണ്ടുനിൽക്കുന്ന ഹോമങ്ങൾ നല്ലോണം പഠിച്ച ആൾക്കാരെ അത് ചെയ്യും. ഇതിന് മഹാരാജാക്കന്മാരോ പ്രമുഖന്മാരോ ലക്ഷക്കണക്കിന് രൂപ ചെലവുണ്ട്. അതൊക്കെ അവർ ചെയ്തു കൊടുക്കും. സാധാരണക്കാർക്ക് വേണ്ട സഹായങ്ങളൊക്കെ ചെയ്യും. അങ്ങനെ കുറേ കാലമുണ്ട്. അതിൽ നിന്ന് നല്ല ഫലം കിട്ടുകയും അവയൊക്കെ മഴ പെയ്യും, ആനന്ദം കിട്ടില്ലായിരിക്കും. വീട്ടുകാരുടെ ആനന്ദ പ്രശ്നമൊക്കെ ചെയ്യും, കല്യാണം നടക്കുന്ന കേസ് ചെയ്യിക്കാം, അങ്ങനെ എല്ലാ പ്രശ്നങ്ങളും ചെയ്യാൻ ഇതൊക്കെ സഹായിച്ചത്. കുറച്ചു കാലം കൂടി കഴിയുന്നു, ഇത് പോരാ എന്നായി. ഇതിനൊരു പ്രധാന വിഷയം സാധനങ്ങളെല്ലാം ഉണ്ട് എന്താ. പക്ഷേ ഇത് ചെയ്യിപ്പിക്കുന്ന ആചാര്യമാർക്കൊരു സാധ്യത അവർക്ക് ഇത് പൊതുവെ വളരെ ആകുലി വിചാരിക്കേണ്ടതാണ്. രാജ്യം നോക്കിയിട്ട് അയ്യോ ബസ് പോവോ ട്രെയിൻ പോവോ, ഇത് അമ്പലം കഴിക്കും. അമ്പലത്തിൽ പകുതി ശ്രദ്ധ അടുപ്പിക്കിട്ടോ എന്നൊരു പേര്. നമുക്ക് ചുരുക്കം പറഞ്ഞാൽ ചെയ്യുന്ന കാര്യത്തിന് 100% ശ്രദ്ധയിൽ ചെയ്യാൻ കഴിയാതെ അടുപ്പിക്കില്ല. കാലത്തിനൊരു മാറ്റങ്ങളാണ്. അപ്പൊ ഇനി എന്താ ചെയ്യാം? ഈ 12 യാതൊന്നും കഴിക്കുക എന്ന് മനസ്സിലാക്കാം. അത് അത്രമാത്രം പൈസ ചെലവാക്കാനും ആൾക്കാരെ ചെയ്യാറില്ല. അതിന് ഒരുപാട് അവകാശങ്ങൾ ചെയ്തു കൊടുക്കാൻ ആൾക്കാരെ സഹായം പറയണം. അതിനും ആളില്ല. ചെയ്യുന്ന ആൾക്ക് ശ്രദ്ധിക്കും കഴിക്കും. ഇങ്ങനെ ചെയ്യണം. അപ്പോഴും കുറച്ച് മഹാത്മാക്കൾ ഒന്നിനെ പറ്റിയ എങ്ങനെ തിരിച്ചു കൊടുക്കുന്ന ആൾക്കാരെ അപ്പൊ ഈ കുറച്ചുകൂടി ലളിതമായി വേറൊരു മാർഗം വേണം പറഞ്ഞിട്ട് ഇതിലെ ഇന്നത്തെ യുഗത്തിലേക്ക് ക്ഷേത്ര ആരാധന ഒരു പദ്ധതി ആദ്യത്തെ മഹാത്മാവുണ്ടാകും.
അദ്ദേഹം വളരെ ഡീപ്പായി പഠിച്ച ആളാണ്. എങ്ങനെയാണ് ഈ ഇങ്ങനെ സംഭവിക്കുന്നത്? ഇവിടെ അവിടെ അവിടെ തന്നെ ഒരു എന്താ പറയുക വലിയ യോഗീശ്വരന്റെ സ്ഥാനത്താണ് അവിടെ വിഗ്രഹം പ്രതിഷ്ഠിച്ചത്. വളരെ നല്ലൊരു മനുഷ്യൻ. എന്ത് ചോദിച്ചാലും കഴിവുള്ള ശരിയായി പോയിട്ടോ നന്നായി പോയിട്ടോ എന്ന് പറഞ്ഞാൽ മതി, അത്രേ കഴിയുള്ളൂ, വേറൊന്നും വേണ്ട. ആരെന്ന് സന്തോഷിപ്പിച്ചാൽ മാത്രം മതി. അദ്ദേഹത്തിന് അനുഗ്രഹിക്കുന്ന നമ്മുടെ പ്രശ്നത്തിൽ കഴിയും. ബാക്കി സമയത്തൊക്കെ മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യാം. അവിടുത്തെ അനുഗ്രഹത്തിനെ ഉള്ളൊരു പ്രാർത്ഥിക്കാം. ഇതൊക്കെ ലോകം മാറ്റും. കുറച്ച് നേരം അത് അധികപ്പെടുത്തിയ കുറച്ച് നേരം പറ്റും. പക്ഷെ ഒരു കാര്യമുണ്ട്, അവിടെ ചൈതന്യം നടന്നു നിൽക്കുകയാണ്. നമ്മുടെ കാര്യങ്ങളെ കൊണ്ട് ശാസ്ത്രീയമായി ചില കാര്യങ്ങളെ കൊണ്ട് അങ്ങനെയൊക്കെ ലോഹത്തിലും വിഗ്രഹത്തിലും ഒക്കെ ചൈതന്യം കേന്ദ്രീകരിക്കാൻ പറ്റും എന്നൊക്കെ സ്ഥാപിച്ചിട്ടുണ്ട്, സമർത്ഥിച്ചിട്ടുണ്ട് സയൻസ്. പഞ്ചലോഹത്തിലൊക്കെ കൂടുതലായിട്ടുണ്ട്. അപ്പൊ അവിടെ പോയിട്ട് ഇതിന് അധികം പെട്ടെന്ന് മനസ്സിലാവുന്ന വേറൊരു സയൻസ് പഠിച്ചവർക്ക് പറയാം. രണ്ട് വീണകൾ ഒരേപോലെ മുറുക്കി വെച്ചു. അടുത്ത് അങ്ങനത്തെ പറയാ ഇതിലൊന്ന് പുറത്തു വീണ ഒരു ശബ്ദം ഉണ്ടാവില്ലേ? ആ ശബ്ദം മറ്റേ വീണ തല്ലിയിടാം പൊറോട്ട ഇതിന്റെ ആ പരിധിയിൽ വന്നാൽ മതി. ഒന്നിൽ തൊട്ടാൽ മതിയാവും. ഇവിടെ എല്ലാം മറന്ന് അങ്ങനെ ലോകം മറക്കണം. ആ സമയത്ത് ആ വേവിനെ ഒരുപോലെ വരുന്നു. പെട്ടെന്ന് ഉയർച്ചയുണ്ടാവുന്നു. ഉദാഹരണം അതിന്റെ എല്ലാവർക്കും ശക്തി ഇതിലൊക്കെ തന്നെ ഈ എല്ലാ കുട്ടികളാണ്. അത് അറിയാൻ മാത്രമുണ്ട്. അത് അതിന് അനുഭവപ്പെടുന്നു. നമ്മൾ പേരെ തോന്നുന്നത് ഇങ്ങനെയൊക്കെ പോലെ കുറച്ച് ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഈശ്വരൻ ഞാൻ കേരളത്തിലാക്കുമാണ്. അപ്പം നമുക്ക് ഈ നാലുകളും കൂടെ കൈകാര്യം പ്രശ്നമുണ്ട്. അവർ പോയിട്ട് നല്ല സന്തോഷം നമ്മൾ ആ തരമില്ല. അതുകൊണ്ട് നമുക്ക് അങ്ങനത്തെ കാര്യങ്ങൾ തൽക്കാലം അത് മാറാനായിട്ട് ചെയ്യണം. നമ്മൾ സാധാരണ എന്ത് ഇവിടെ പ്രാർത്ഥിച്ചാൽ കാര്യം വരുന്ന ധാരാളം അനുഭവങ്ങളാണ്. അതങ്ങനെ കുറേ കാലം കൊടുക്കണം. ഇപ്പോൾ കുറേ കൂടി കഴിഞ്ഞപ്പോഴേക്ക് കഴിയുമ്പോഴേക്ക് എന്താണോ അദ്ദേഹം ആളില്ല. ഇതിനൊക്കെ പശു നെയ്യും അത്യാവശ്യമുള്ള സാധനം. ശുദ്ധമായ പശു നെയ്യ് കഴിക്കാനും ആവശ്യമുണ്ടാക്കാനും ഹോമം ചെയ്യാനൊക്കെ അതൊക്കെ എന്തുകയാണ് കുട്ടിയായിട്ടില്ലേ ആ പശു നെയ്യ്. അതുപോലെ ഏറെക്കുറെ ഹോമങ്ങളൊക്കെ പല സാധനങ്ങളും ഇതൊക്കെ കിട്ടാനില്ല. വൈദ്യുതി ആരോഗ്യ തന്നെ അങ്ങനെ പറഞ്ഞ ഒരാൾ കേരളത്തിൽ ഉദ്യോഗത്തിനായിട്ട് ഡോക്ടർ വൈദ്യുതിക്കാരില്ല. വേറെ വൈദ്യുതി ഒരു മണിക്കൂർ വേറെ അതിനെ അത് ഉണ്ടാക്കുന്ന ഉദ്യോഗത്തിലാണ്. വേറെ പേര് പോലെ ഇതേപോലെ അഭിമാനം പറയാം. അതിന് പേര് ഒരു പേര് പോലെ ഒന്നും പറയാൻ പാടില്ല. എല്ലാവർക്കും നമ്മൾ ചെലവഴിക്കാനൊന്നും ഇല്ല. ആൾക്കാർക്ക് മനസ്സിൽ വിഷമമുണ്ടാക്കുന്ന അതിന് പേരായി വായിക്കുള്ളൂ. അത് എന്ത് പറയുന്നു? ഇതും പ്രത്യേകമാണ്. ശുദ്ധമായ പ്രശ്നമില്ല. പൂജ ചെയ്യുന്നവർക്ക് മനസ്സിലില്ല. പൂജ പകുതിയാവുമ്പോഴേക്കും വീട്ടിലെ തന്നെ കേൾക്കുന്നത് വയ്യ. ഭഗവാൻ നമുക്കൊക്കെ വേണ്ടി അതിന് രാജലക്ഷ്മി അർത്ഥം ഇതിന് പൂജ ചെയ്യുന്നവരുടെ സ്വന്തം കാര്യങ്ങൾ മക്കളെയൊക്കെ വന്നോളെ. പിന്നെ എങ്ങനെ പറഞ്ഞില്ല അവരുടെ ചിലപ്പോൾ മനസ്സ് ഒറ്റ വാക്കുകളായി ഇതിലും മനസ്സിലായി. യാതൊരു ബുദ്ധിമുട്ടൊന്നുമില്ല. ശ്രദ്ധിച്ചാൽ മതി. അതൊന്നും വരില്ല. അങ്ങനെ ആയിട്ടായി ചിലപ്പോഴായി ഈ പോയാക്കുന്നുണ്ടോ അവിടെ പോയിട്ട് പൂജ ചെയ്ത് ഏറ്റവും വേണ്ടപ്പെട്ടവരോട് പ്രധാനമായി പിടിച്ചൊരു പ്രാവശ്യം ഇയാൾക്ക് ഈ കുഞ്ഞായി ശരിയായോ മനസ്സിലാക്കി ഒരു പ്രത്യേക ശ്രമിക്കുന്നത് ആരെയും പിടിക്കണമെന്ന് മനസ്സിലായി. ആ സമയത്ത് എവിടെയായിരുന്നു മനസ്സിലായി. അകത്ത് നമുക്ക് വേണ്ടി അർച്ചന ചെയ്യേണ്ട സമയത്ത് എന്തൊക്കെയോ പറയുന്നു. ഭഗവാനായിട്ട് വരുന്ന കാര്യങ്ങളാണ് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. സുഖമായി കേൾക്കില്ലല്ലോ, കേൾക്കില്ല.
ഞാനിവിടെ പ്രേമഭാരതത്തോട് വർത്തമാനം പറഞ്ഞാലും ഒരാൾക്കാരെ കൊണ്ട് കുറച്ച് നേരം ബാക്കി കണക്കാണ്. നിങ്ങൾക്ക് 40 പേര് അവിടെ നിന്ന് പറയില്ല. ഇങ്ങനെ ചില ആൾക്കാർ പറയാൻ പാടില്ല. ഇത് ഇങ്ങനെ നിങ്ങൾ പറയുന്നതല്ല, ഭാവനയെ കുറിച്ച് പറയുകയല്ല. ഇങ്ങനെയാണ് ഇന്നത്തെ ലോകം പറയാം. അച്ഛന് വേറെ ഒന്ന് കണ്ടിരിക്കാൻ വേണ്ടിയിട്ട് അവനെ കയ്യിൽ പോകാൻ പാടില്ലല്ലോ. ദിവസത്തോട് പോയാൽ ദിവസത്തോടെയാണ് നല്ല ശമ്പളത്തിലുള്ള ഈ വലിയ പറഞ്ഞ പേരായിരിക്കും ഇതൊക്കെ മലയൊക്കെ കഴിക്കുന്നു. ഈ ഒന്നും അറിയാതെ തന്ത്രിമാരടക്കം ഉയർന്നവരാണ് ഈ സാധാരണ ആള്. ഒന്നും അറിയാതെ ഒന്നും അറിയില്ല. ഏതൊക്കെ നമ്മളൊന്നും അറിയാത്തവരുണ്ട് എല്ലാവരും. ഇതൊക്കെ മാർഗം മനസ്സിലായി. ഇങ്ങനെ ആരംഭികമായിട്ടുള്ള എന്തായാലും ഇവരൊക്കെ ശരിക്കും പഠിച്ചിട്ടും നല്ല ചെയ്യുന്നത് എനിക്ക് വലിയ വിഷമമായി. ദേവീശ്വരത്തെ ക്ഷേത്ര സംരക്ഷണ സമിതി പറഞ്ഞ് ജനങ്ങളെ ഒന്നിച്ചു കൊണ്ടുപോകാൻ ശ്രമിക്കും. അവരുടെ നിലപാടുകളൊക്കെ ഇവിടെ ഹരിലാലിയുടെ പടയോട്ടം കാരണം പടയോട്ടം കാരണം നമ്മൾ ഹിന്ദുക്കളാണെന്നുള്ള ബോധം ഇല്ലാതായി ആൾക്കാർക്ക്. അവരുടെ അഭിനയങ്ങളായി തിരിച്ചു അവരുടെ എച്ചിൽ കഴിച്ച് അവർക്ക് എല്ലാവരും ഒരു ശബ്ദം പറയാൻ പറ്റില്ല. ഇങ്ങനെ വളരെ ഇവിടത്തേക്കാളും കഷ്ടമാണ് അവിടെയൊക്കെ. അവർ വിളിക്കും ഒരു സന്തോഷമാണ്. എനിക്കറിയാം ഈ എച്ചിൽ കഴിച്ചു കഴിഞ്ഞാൽ വരുന്ന ആളുകളും നമുക്ക് എല്ലാവർക്കും നിന്ന് ചെയ്യും. നമ്മൾ കാണാൻ കഴിയും. എന്തായാലും ഈ ക്ഷേത്ര ആരാധന പോരാനുള്ള വിഷയമാണ്. ക്ഷേത്ര ആരാധനയും പോരാന്നുള്ളത് അതിന് വേണ്ടി കാര്യമായിട്ട് ശ്രമിച്ചു നോക്കി ആളുകൾ. തീർച്ചയായിട്ടും ക്ഷേത്രം നേരെ ക്ഷേത്രത്തിനകത്ത് ഭക്തന്മാരുണ്ടാക്കും. അപ്പുറത്തുകൂടെ അവിടെ ചെയ്യാൻ തന്ത്രിമാർ യോഗ്യരാകുന്ന തന്ത്രിമാരും പൂജാരിമാരെ തയ്യാറാക്കാൻ തീർച്ചയായിട്ടും ക്ഷേത്ര തന്ത്രിമാരെടുത്താണ് അല്ലെങ്കിൽ ആരോട് പറയും. പക്ഷെ കുറഞ്ഞിട്ട് ഇല്ലാന്ന് പറയില്ല. പക്ഷേ ഫലം തദ്ഹരികീർത്തനാൽ ഏതൊരു പ്രമാണം എടുത്തിട്ടുണ്ട്. മാധവജിക്ക് അറിയാത്തതല്ലേ, അതും മാധവജിക്ക് അറിയാം. ഇങ്ങനെ ശ്രമിച്ചു നോക്കിയാൽ ഹിന്ദു സമാജത്തിന് നേരാക്കാൻ വേണ്ടി ഒരു മാർഗം ശ്രമിച്ചു നോക്കിയാൽ അത് എവിടെ നിൽക്കുന്നു ഞാനിപ്പോൾ പറയില്ല. ശ്രമിക്കുന്നത് മാത്രം. എന്തായാലും ഈ ഇത് പോരാ എന്നറിയും.